കാടും മഞ്ഞുമൂടിയ മലനിരകളും അണക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ അങ്ങ് ഊട്ടിയിലും തേക്കടിയിലും മൂന്നാറിലും ഒന്നും പോവണ്ട കേട്ടോ. നമ്മുടെ സ്വന്തം ജില്ലയായ കൊല്ലത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുണ്ട് ഇത്തരം കാഴ്ചകൾ. ഇന്നത്തെ യാത്ര കൊട്ടാരക്കര BTCയുടെ സ്വന്തം ആനവണ്ടിയിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലേക്ക്. രാവിലെ 7 മണിക്കാണ് കേട്ടോ യാത്ര തുടങ്ങിയത്. ആദ്യം എത്തിയത് ചാലിയക്കര തൂക്കുപാലം. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണത്രേ ഇത്. കുറേ നേരം അവിടെ ചെലവഴിച്ചു. കുറച്ച് പേടിയൊക്കെ തോന്നും കേട്ടോ അതിലൂടെ നടക്കുമ്പോൾ. പിന്നീട് ചാലിയക്കര അക്കുടേറ്റ്, അതിമനോഹരമായ പ്രദേശമാണേ. പിന്നെ ചാലിയക്കര ആറിലും കുറേ നേരം ചെലവഴിച്ചു. കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കൊടും കാട്ടിലൂടെ, കാട്ടിനിടയിലുള്ള ഗ്രാമങ്ങളിലൂടെ ചാലിയക്കര ആറ് കടന്ന് മാമ്പറത്തഴ വഴി നാഗമലയിലൂടെ സ്വർണ്ണഗിരി എന്ന സ്ഥലവും കൂടി കടന്ന് മത്താപ്പൂ എന്ന വ്യൂ പോയിന്റിലെത്തി. അതിമനോഹരമായൊരു പ്രദേശമാണ് കേട്ടോ ഈ മത്താപ്പൂ. നല്ലൊരു വ്യൂ പോയിന്റ്. ഒരുപാട് നേരം അവിടെ ചെലവഴിച്ചു. ഡാൻസ് കളിച്ചു, പാട്ട് പാടി. അതിനുശേഷം കഴുതുരുട്ടി വഴി പാലരുവിയിൽ, അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. തുടർന്ന് വനം വകുപ്പിൻ്റെ വണ്ടിയിൽ കളംകുന്ന് എന്ന സ്ഥലത്തെത്തി. ഈ കളംകുന്ന് എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. വനത്തിലൂടെ ആണ് ഇവിടെ എത്തിച്ചേരുന്നത്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഡാമിൻ്റെ പ്രദേശവും കല്ലടയാറും കുളത്തൂപ്പുഴയാറും സംഗമിക്കുന്ന സ്ഥലവും അസ്തമയ സൂര്യനും വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. പിന്നീട് പുനലൂർ തൂക്കുപാലവും കണ്ട് തിരിച്ചേതാണ്ട് 7 മണിയോടെ കൊട്ടാരക്കര എത്തി.